മതി അച്ഛാ എണ്ണിയത്. 50 പൈസ കൂടിയാലോ അടുത്ത തവണ കുറയ്ക്കാലോ. കണക്കിന്റെ കാര്യത്തില് 50 അല്ല 5 നയാ പൈസ വിട്ടുവീഴ്ച ഈ ആന്റണി ചെയ്യില്ലെന്റെ പെങ്ങളെ. പെങ്ങളോ? കാര്യം കഴിഞ്ഞ എനിക്ക് എല്ലാരും പെങ്ങന്മാരാ പെങ്ങളെ. ഇതാ ഇത് മൊത്തത്തിലെടുത്തോ, ഈ ബാഗ് അടക്കം. ഈ ചില്ലറയ്ക്ക് പകരം നോട്ട് തന്നൂടെ? ബാക്കിയുള്ളവർ ഇതും ചമ്മന്നോണ്ട് നടക്കണം. ചില്ലറ കടയെ വെച്ച അവിടെ ഒരുത്തണ്ട് അടിച്ചു മാറ്റാൻ ഒരു ദിവസം ഞാൻ കാണാതെ ചായ കുടിക്കാൻ 7 റുപ്യ അടിച്ചു മാറ്റിയാ കന്നാലി. വലിയ നഷ്ടമായിപ്പോയി. പെങ്ങൾ ഇത് സമാധാനമായിട്ട് എണ്ണി നോക്ക്, കിറ് കൃത്യൊരിക്കും. എങ്ങനെ ഉണ്ട്? എന്തോന്ന് എണ്ണി തന്നതേ. ഒന്ന് പോ ചേട്ടാ. ഹലോ, എന്തു പറ്റി? എന്തുട്ടാ ഇഷ്ടമായി പറയണത്? ഞാൻ ദാ എത്തി. ഇനി വേറൊരു വണ്ടിക്ക് പണിയുണ്ട്. ഓക്കേ. ഹലോ. സൈനു, ഇന്ന് എന്നെയും കൂട്ടി നമ്മൾ സിനിമ കാണാൻ പോണം. ഹോട്ടലിൽ നിന്നൊരു ചിക്കൻ ബിരിയാണി. അനക്ക് ഞാനൊരു പുതിയ സാരിയും വാങ്ങിയിട്ടുണ്ട്. എന്നാ ശരി. ഓ സൈനബ, അഴകുള്ള സൈനബ. എന്താ സൈനബ, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. നിങ്ങളും പതിവില്ലാത്തല്ലേ പറഞ്ഞത്? നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ? അത് പിന്നെ ആർക്കാലും ദേഷ്യം വരില്ലേ സൈനബ? പണവും സ്വർണവും കൂട്ടി മൊത്തം 2 ലക്ഷം ഉറുപ്പ്യല്ലേ നിന്റെ ഉപ്പ നിക്കാഹിന് കടം പറഞ്ഞു കളഞ്ഞത് അല്ലേ? മക്കളുണ്ടാകാതിരിക്കുന്നത് എന്റെ കുഴപ്പമല്ലാന്ന് തെളിയിക്കാൻ ഒന്നിനെ കൂടെ കെട്ടാന്ന് വെച്ചാ ഈ അതിന് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കും എന്റെ സൈനു. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയൂല. ഈ എന്റെ സൈനുമോളല്ലേ? ദേ, എന്താ ഇഷ്ടപ്പെട്ട? എന്നാ ചെല്ല്, വേഗം വേണം, സിനിമയുടെ സമയം തെറ്റും. ഇപ്പോഴാ കാണുന്നത്. നിക്കാഹ് കഴിഞ്ഞത് പോലെ എന്നെ കാണുമ്പോ 2 ലക്ഷം രൂപയാ നമ്മുടെ മനസ്സിൽ. ഈ ആ പണം നമുക്ക് വേണ്ട. അന്റെ ഉപ്പാനെയും കണ്ട് നമുക്കത് പറയണം. എന്റെ പഠിച്ചോനെ കാണ കിനാവാണെന്നാ സംശയം. ഇനിയും വൈകിയ സിനിമ കാണാൻ പറ്റില്ല. വേഗം വാ. എന്റെ പെണ്ണിനെ മാത്രം സിനിമയ്ക്ക് കൊണ്ടുപോകുള്ളൂ, അത് പറ്റില്ല. ഞാനുണ്ട് സിനിമയ്ക്ക്. നീ വാ. എന്റെ കച്ചൊന്നും പിടിക്കണ്ട. എന്നോടാണ് അങ്ങനെ എന്റെ പെണ്ണിനെ മാത്രം കൊണ്ടുപോകാൻ പറ്റൂല. വീട്ടിൽ തന്നെ